ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിമോൻ കുറുമ്പനാണ്. ഉണ്ണിമോൻ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിമോൻ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണവിഭവം 9ാം ദിവസം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അയ്യോ, എൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. എത്രയും നൈസായ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാൻ പറ്റും അത്രയും നൈസായ കഷ്ണങ്ങൾ നിങ്ങൾ നുറുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ വെള്ളരിക്ക ഇതിൽ കുക്ക് ചെയ്യുന്നില്ല, കുക്ക് ചെയ്യാതെയാണ്. വെള്ളരിക്കയും കുക്കമ്പറും ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബീട്രൂട്ട് കൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ബീട്രൂട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കുക. തേങ്ങയൊന്നും ഒട്ടും കുക്ക് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം നമ്മൾ വെള്ളരിക്ക എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് അരച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളരിക്കയിൽ ഈർപ്പം നന്നായി വന്നതിന് ശേഷം ആ ഈർപ്പം നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പാകമില്ലെങ്കിൽ നിങ്ങൾക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി ഇവിടെ തയ്യാറാണ്. ഇനി നമുക്കിത് താളിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അരച്ച് ചേർക്കാം. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, പച്ചമുളക് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും അതുപോലെ വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്റ്റൈലിലുള്ള കിച്ചടി ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും കിച്ചടി റെഡിയാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾ ഈ വർഷത്തെ ഓണത്തിലെ എല്ലാ വിഭവങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു ഓണസദ്യയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഓണവിഭവമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും നന്ദി. താങ്ക്